ഗ്രീനോട്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുണ്ടുപറമ്പിലുള്ള മഹീന്ദ്രന്റെ ഷോറൂമിലാണ് നമ്മളുള്ളത്. മുണ്ടുപറമ്പനല്ലേ? അതെ, മുണ്ടുപറമ്പിന്റെ മഹീന്ദ്രന്റെ ഷോറൂമിൽ ആണ് നമ്മൾ നിലവിലുള്ളത്. മുൻപ് 2 വണ്ടികൾ നമ്മൾ കാണിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത്, ഒരു സമയത്ത് ഏറ്റവും പാസഞ്ചർ വണ്ടിയിലാണെങ്കിലും ഗുഡ്സ് വണ്ടിയിലാണെങ്കിലും ഒരുപാട് ആളുകളെ മനസ്സ് കീഴടക്കിയ ഒരു വണ്ടിയാണ് ജീറ്റോ, മഹീന്ദ്ര ജീറ്റോ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഏറ്റവും പുതിയൊരു വേരിയൻ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. മഹീന്ദ്ര ജീറ്റോ സ്ട്രോങ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണിത്. ഇതിൻ്റെ തന്നെ മറ്റൊരു വേരിയൻറ്റും കൂടെ ഉണ്ട്, L6 എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വരുന്നൊരു വ്യത്യാസമാണ്. മറ്റേത് 6 അടിയാണ്, ഇത് 7 അടി. ഇതിൻ്റെ ബോഡി വ്യത്യാസം വരുന്നുണ്ട്, നമ്മുടെ ഗുഡ്സ് ഏരിയ. അതാണ് ഈ വണ്ടിയുടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടും കൂടെ ഉള്ളത്. മഹീന്ദ്രൻ്റെ ഒരു സമയത്ത് ഇറങ്ങിയ ജീറ്റോ വണ്ടികൾക്ക് ചെറിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതെല്ലാം പരിഹരിച്ച് വീണ്ടും കമ്പനി അത്യധികം സ്ട്രോങ്ങോടെ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ പാസഞ്ചർ വണ്ടി നിലവിൽ ഇപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഗുഡ്സ് വണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ആരെങ്കിലും 4 വീലർ ഗുഡ്സ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. സ്ട്രോങ് ബോഡി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ബാക്കി സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞുതരാം. 315 kg പേലോഡ് വരുന്ന ഈ ഒരു വണ്ടിക്ക് 42 NM വാട്ടർ കൂൾഡ് എഞ്ചിനാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. 180 ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിന് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് നിലവിലുണ്ട്. അതുപോലെ 3 വർഷം വാറണ്ടിയാണ് കമ്പനി വണ്ടിക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ തന്നെ CNG, അതുപോലെ ഡീസൽ, ഇലക്ട്രിക് വേരിയന്റുകൾ നിലവിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് അതൊന്ന് കാണിച്ചു കൊടുത്ത്. ഡീസൽ പോർട്ട് വരുന്നത് ഈ ഒരു സൈഡിലാണ്. ഇവിടെ നമുക്ക് സ്റ്റെപ്പിന് വരുന്നുണ്ട്. എത്രയാണ് വണ്ടിക്ക് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്? ഇന്റീരിയർ ഒക്കെ നമുക്ക് പറഞ്ഞാൽ നോർമൽ എല്ലാ ഗുഡ്സ് വണ്ടികളുടെയും ഒക്കെ പോലെ തന്നെ 4 വീലർ നമ്മുടെ ഗിയറും അതുപോലെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ നോർമലായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മുടെ മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് എനിക്ക് ഇന്റീരിയർ നോക്കിയിട്ട് മനസ്സിലായിട്ടുള്ളത്. കീ ഇല്ല, കീ നമ്മുടെ യാർഡിലായതുകൊണ്ടാണ് വണ്ടി തുറന്ന് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കാണിക്കാത്തത്. ഒരു ഗുഡ്സ് വണ്ടി 4 വീലർ നോക്കുന്ന ഒരാളാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. വണ്ടിക്ക് മൈലേജ് എന്ന് പറയുന്നത് സ്ട്രോങ് എന്ന് പറഞ്ഞ വേരിയന്റിന് വരുന്നത് 32 കിലോമീറ്റർ ആണ്. L6 എന്ന് പറഞ്ഞ വേരിയന്റിന് വരുന്നത് 35 കിലോമീറ്റർ. മൈലേജിൽ ചെറിയ വ്യത്യാസമുണ്ട്, അതുപോലെ ബോഡിയിലും വ്യത്യാസമുണ്ട്. അത് രണ്ടുമാണ് അതിനുള്ള വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇനി ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ വണ്ടിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഓരോ വേരിയന്റിനും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. നമുക്ക് ഈ ഡീസൽ വണ്ടിയിൽ വരുന്നത് സ്ട്രോങ് എന്ന് പറഞ്ഞ ഈ ഒരു വേരിയന്റ് അതിന് 5,59,000 സംതിങ് വരും. സംതിങ് നമുക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം റേറ്റിൽ കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ നമ്മൾ വരുന്ന സമയത്തൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു റേറ്റ് ആണ് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞാൽ ഈ വേരിയന്റിൽ തന്നെ L6 എന്ന് പറഞ്ഞാൽ ഇതിന്റെ കുറച്ച് ചെറിയ സൈസ് വണ്ടി പറഞ്ഞത് അതിന് 5,39,000 വരുന്നുണ്ട്. 35 കിലോമീറ്ററോളം മൈലേജ് ആണ് അതിന് പറയുന്നത്. അതുപോലെ CNG, ഈ സെയിം സാധനത്തിന്റെ CNG വരുന്നുണ്ട്. ഗുഡ്സ് വലുപ്പമുള്ള സൈസ് തന്നെയാണ് വരിക. അതിന് CNGയിൽ വരുന്നത് CNG വിത്ത് പെട്രോളാണ് വരിക. അതിന് 35 കിലോമീറ്റർ മൈലേജ് പറയുന്നുണ്ട്. 5,73,000 റേറ്റ് വരും. അതുപോലെ ഇയോ നമ്മുടെ ഇലക്ട്രിക് വണ്ടി അതിന് വരുന്നത് 8,77,000 ആണ്. അതിന് അതിൻ്റെതായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ എഞ്ചിന്, മോട്ടർ, അതുപോലെ അതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അതിന് 160 കിലോമീറ്റർ മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. 8,77,000 റേറ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ DV+ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ നേരത്തെ ഈ 3 വീലർ ഗുഡ്സ് കാണിച്ച സമയത്ത് 2 വേരിയേഷൻ കാണിച്ചിരുന്നു. അതിൽ DV+ എന്ന് വെച്ചാൽ ബാക്കിൽ നമ്മൾ ബോഡി വരുന്ന ടൈപ്പ്, ബോഡി ഇല്ലാത്ത ടൈപ്പ്, അങ്ങനെ 2 ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇതിലും വരുന്നുണ്ട്, ബോഡി ഉള്ളതും ഇല്ലാത്തതും. അപ്പോൾ ബോഡി ഇല്ലാത്തതിനാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ തന്നെ കമ്പനി തന്നെ ഇൻബിൽഡ് ബോഡി കൊടുക്കുന്ന സംഭവം വരുന്നുണ്ട്. അതിന് 160 കിലോമീറ്റർ തന്നെ മൈലേജ് സെയിമാണ്. റേറ്റ് വരുന്നത് 9,09,000 ആണ്. അപ്പോൾ റേറ്റ് കറക്റ്റ് അല്ല പറഞ്ഞാൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും, അത് മനസ്സിലാക്കിക്കൂടാ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വണ്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത്. ബാക്കിയെല്ലാം നോർമൽ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ഷോറൂം വരുന്നത് മഞ്ചേരി മലപ്പുറം റൂട്ടിൽ മുണ്ടുപറമ്പ് എന്ന സ്ഥലത്താണ് വരുന്നത്. അപ്പോൾ നമ്മുടെ യാർഡും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് തന്നെ ഉണ്ട്. സർവീസ് കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ചെയ്യൽ. ബാക്കി ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമുക്ക് നിലവിലുള്ള കളക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഗുഡ്സ് വണ്ടിയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മഹീന്ദ്രയും കൂടെ ഒന്ന് നമ്മുടെ ഒരു പരിഗണനയിൽ പെടുത്തുക. നല്ല വണ്ടികളാണ് മഹീന്ദ്രൻ്റെ. നമ്മുടെ ഇന്ത്യൻ കമ്പനി തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്തെങ്കിലും അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.